അതിർത്തികളിൽ ആധിപത്യം ഉറപ്പിക്കുവാനും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുമുള്ള മത്സരങ്ങൾ ലോകശക്തികൾ തമ്മിൽ നടക്കുമ്പോൾ ആരാലും അവകാശവാദം ഉന്നയിക്കപ്പെടാത്ത, ആരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അനാഥഭൂമി, അതാണ് ബീർ തവൽ. ആഫ്രിക്കൻ വൻകരയിൽ രണ്ട് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നിടത്ത് ഇരു രാജ്യങ്ങളും പരസ്പരം തള്ളിപ്പറയുന്ന ഒരു വലിയ ഭൂപ്രദേശം. ഈജിപ്തിനും സുഡാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2060 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമി. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു പരമാധികാര രാജ്യവും തങ്ങളുടേതെന്ന് അവകാശപ്പെടാത്ത അന്റാർട്ടിക്കയ്ക്ക് പുറത്തുള്ള ഭൂമിയിലെ ഒരേയൊരു പ്രദേശം. ടെറാ നള്ളിയസ് എന്നാണ് അന്താരാഷ്ട്ര നിയമത്തിൽ ഒരു രാജ്യം പോലും അവകാശപ്പെടാത്ത ഭൂമിയെ വിളിക്കുന്നത്. ആരുടേതുമല്ലാത്ത ഭൂമി എന്നാണ് ലാറ്റിൻ ഭാഷയിൽ ഇതിനർത്ഥം. ഇന്ന് ലോകത്ത് ഇത്തരമൊരു പദവിയിലുള്ള ഒരേയൊരു ഭൂപ്രദേശമാണ് ബീർ തവൽ. എന്തുകൊണ്ടാണ് ഒരു രാജ്യവും ഈ ഭൂമിക്കായി അവകാശവാദം ഉന്നയിക്കാത്തത്? 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ അനാഥ ഭൂമിയുടെ കഥ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളായിരുന്നു അക്കാലത്ത് ഈജിപ്തും സുഡാനും ഭരിച്ചിരുന്നത്. 1899 ബ്രിട്ടൻ ഈജിപ്തും സുഡാനും തമ്മിലുള്ള അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കുകയും ഈ കരാർ പ്രകാരം ഭൂമിശാസ്ത്രപരമായ 22ാം സമാന്തര രേഖയെ ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക അതിർത്തിയാക്കി മാറ്റുകയും ചെയ്തു. ഇത് പ്രകാരം പൂർണ്ണമായും നേർരേഖയിലുള്ള ഒരു അതിർത്തിയാണ് നിലവിൽ വന്നത്. തുടർന്ന് ഈ വരയ്ക്ക് വടക്കുള്ളതെല്ലാം ഈജിപ്തിനും തെക്കുള്ളതെല്ലാം സുഡാനും സ്വന്തമായി. ഈ വിഭജന പ്രകാരം ബീർ തവൽ എന്ന ചതുരാകൃതിയിലുള്ള വരണ്ട മരുഭൂമി പൂർണ്ണമായും 22ാം സമാന്തര രേഖയ്ക്ക് തെക്ക് സുഡാന്റെ അതിർത്തിക്കുള്ളിലാണ് വന്നത്. അന്ന് കേവലം വരണ്ട മണൽക്കൂനകളും പാറക്കെട്ടുകളും മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു ബീർ തവൽ. പ്രകൃതി വിഭവങ്ങളോ സ്ഥിരമായ ജനവാസങ്ങളോ ഇല്ലാത്ത ഒരിടം. എന്നാൽ ബ്രിട്ടീഷുകാർ അന്ന് വരുത്തിയ ഈ കൃത്രിമ വിഭജനം അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരുടെ ജീവിത രീതികളെയും പരമ്പരാഗത താവളങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു. എന്നാൽ ആദ്യത്തെ വിഭജനം കഴിഞ്ഞ 3 വർഷങ്ങൾക്കു ശേഷം, അതായത് 1902 ബ്രിട്ടീഷുകാർ പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് അതിർത്തി കൂടി നിർമ്മിച്ചു. ഇതനുസരിച്ച് ബീർ തവലിലെ പുൽമേടുകളും ഒയാസിസുകളും അബബ്ദ എന്ന ഈജിപ്ഷ്യൻ ഗോത്ര വിഭാഗമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബീർ തവലിന്റെ ഭരണം അവർ ഈജിപ്തിന് നൽകിയിരുന്നു. എന്നാൽ ഇതിന് തൊട്ടുകിഴക്കായി ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന അതീവ തന്ത്രപ്രധാനവും വിഭവസമൃദ്ധവുമായ ഹലായിബ് ത്രികോണം എന്ന പ്രദേശം സുഡാനിലെ ബെജ ഗോത്രവർഗ്ഗക്കാരുടെ താവളമാക്കുകയും അതിന്റെ ഭരണം സുഡാന് നൽകുകയും ചെയ്തു. ഹലായിബ് ബീർ തവലിനേക്കാൾ 10 മടങ്ങ് വലുതും ചെങ്കടൽ തീരത്തുള്ള തുറമുഖ സാധ്യതകളും പ്രകൃതി വിഭവങ്ങളും നിറഞ്ഞതുമായ പ്രദേശമായിരുന്നു. ഇവിടെയായിരുന്നു ബീർ തവലിന്റെ യഥാർത്ഥ ദുരന്തകഥ ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ അതിർത്തി നിശ്ചയിക്കുവാൻ ബ്രിട്ടൻ 2 വ്യത്യസ്ത വർഷങ്ങളിൽ 2 മാപ്പുകൾ തയ്യാറാക്കി. പിൽക്കാലത്ത് വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് ഇത് വഴിതെളിച്ചു. 1956 സുഡാൻ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതോടെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയായിരുന്നു. 2 വ്യത്യസ്ത മാപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് ഈജിപ്തും സുഡാനും തങ്ങളുടെ ഔദ്യോഗിക അതിർത്തികൾ പ്രഖ്യാപിച്ചത്. 1899 അതിർത്തി വിഭജന രേഖ ഔദ്യോഗികമാക്കണമെന്നായിരുന്നു ഈജിപ്തിന്റെ ആവശ്യം. ഈ മാപ്പ് അംഗീകരിച്ച വിഭവസമൃദ്ധമായ ഹലായിബ് ത്രികോണം ഈജിപ്തിന്റെ ഭാഗമായി മാറും. പകരം വരണ്ട ബീർ തവൽ സുഡാനിലേക്ക് പോകും. എന്നാൽ 1902 അഡ്മിനിസ്ട്രേറ്റീവ് അതിർത്തിയാണ് ശരിയെന്നാണ് സുഡാന്റെ വാദം. കാരണം 1902 മാപ്പ് അംഗീകരിച്ചാൽ ഹലായിബ് ത്രികോണം സുഡാന് സ്വന്തമാവുകയും പകരം ബീർ തവൽ ഈജിപ്തിന് നൽകേണ്ടി വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു രാജ്യം ബീർ തവൽ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അവർ തങ്ങൾക്ക് ഹലായിബ് ത്രികോണം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. അതായത് ഇരു രാജ്യങ്ങൾക്കും വലിയ ലാഭമുള്ള ഹലായിബ് ത്രികോണത്തിന് മേലെയുള്ള അവകാശവാദം ശക്തമായി നിലനിർത്തുവാൻ ബീർ തവലിനെ ഈജിപ്തും സുഡാനും ഒരേ സമയം കൈയൊഴിയുകയാണ്. ഹലായിബ് ത്രികോണം നിലവിൽ ഈജിപ്തിന്റെ പ്രായോഗിക നിയന്ത്രണത്തിലാണ്. എന്നാൽ സുഡാൻ ഈ പ്രദേശത്തിനായുള്ള തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ചിട്ടുമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും അതിർത്തി തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയും ചെയ്യാത്തിടത്തോളം ബീർ തവലിന്റെ അനാഥത്വം തുടരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ.